ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ അല്ലേ? അപ്പോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കേക്ക് ഇല്ലാണ്ട് എന്താല്ലേ ക്രിസ്മസ്? അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഷോപ്പിൽ കിട്ടുന്ന അതേപോലത്തെ അതേ ടേസ്റ്റിൽ നമുക്കൊരു ക്രിസ്മസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോ നേരെ വീഡിയോയിലോട്ട് പോകാം. ക്രിസ്മസ് കേക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കുമല്ലോ. അതിനായിട്ട് ഞാൻ ഒരു മാസം മുൻപേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൽക്കഹോളിലും ഫ്രൂട്ട് ജ്യൂസും ആയിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അതിന് വേണ്ടി ഞാൻ കുറച്ച് പ്രൂൺസ് എടുത്തായിരുന്നു. പ്രൂൺസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കപ്പ് ആവുന്നിടത്തോളം ഞാൻ പ്രോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സിൻ്റെ സീഡൊക്കെ കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അതും മുറിച്ചെടുക്കുന്നുണ്ട്. ഡേറ്റ്സ് ഇതേപോലെ റൗണ്ട് കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മജൂളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ടും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഫിഗാണ്. ഫിഗും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് ആ ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. പ്രൂൺസും ഡേറ്റ്സും ഫിഗും ആപ്രിക്കോട്ട്സും പിന്നെ ഇവിടെ ഞാൻ ഉണങ്ങിയ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് റൈസിൻസ് കേട്ടോ. പിന്നെ വെള്ളം മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടൂട്ടി ഫ്രൂട്ടിയാണ്. കളർഫുള്ളായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, വേറെ വേറെ കളറില്ല ടൂട്ടി ഫ്രൂട്ടി കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത് കുറച്ച് ഓറഞ്ച് ജാമാണ് കേട്ടോ, ജാം. പിന്നെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് കൂടി ആഡ് ചെയ്തു. പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് ആൽക്കഹോളാണ്. ഫ്രൂട്ട്സ് എല്ലാം ഒരു പകുതി ആവുന്നത്ര ഞാൻ ആൽക്കഹോൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ബൗളിലോട്ടും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റണം. ഇതുപോലത്തെ എയർ ടൈറ്റ് കണ്ടെയ്നർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ആൽക്കഹോളും ജ്യൂസിൻ്റെ മിക്സും എല്ലാം ഞാൻ ഈ കണ്ടെയ്നറിലോട്ട് ഇട്ട് വെച്ചതാണ്. എല്ലാ ഫ്രൂട്ട്സും ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ടൈറ്റായിട്ട് മൂടി വയ്ക്കാം. ഇനി ഒരു മാസം കഴിയുമ്പോഴേക്ക് ക്രിസ്മസിനാകുമ്പോഴേക്ക് നമ്മൾ ഇത് എടുത്ത് നോക്കുന്നതായിരിക്കും. പക്ഷെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനക്കി ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി. ഈ കേക്കിന് നമുക്ക് കാരമലൈസ്ഡ് ഷുഗർ വേണം. അപ്പൊ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറുകിയെടുക്കുക. ഇപ്പോൾ കാരമലൈസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയ ശേഷം അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലത്തെ കൺസിസ്റ്റൻസി മതി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഇതിപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് മറ്റു പരിപാടികൾ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബട്ടറും 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിൽ എടുക്കാം. ബ്രൗൺ ഷുഗർ ഞാൻ എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേക്കിനൊരു ബ്രൗൺ കളർ വരാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മുട്ടയാണ്. 3 മുട്ടയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഓരോന്നായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ആ ബട്ടറും പഞ്ചസാരയും മുട്ടയും എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മുട്ട കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഫോർക്ക് കൊണ്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ബീറ്ററോ ഒരു സാധനം എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ മൂന്നാമത്തെ മുട്ട കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിന് ഇതുപോലത്തെ ഒന്ന് അരപ്പ് എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/4 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഡ്രൈഡ് ജിഞ്ചർ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരപ്പ് കൊണ്ട് എടുക്കുന്നുണ്ട്. അത് ലംസ് ഒന്നും വരാണ്ട് നല്ല ഈവൻലി നമ്മളെ മുട്ടയും ബട്ടറും ഷുഗറിന്റെ മിക്സിലോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടല്ലോ, കണ്ടോ? ഇതുപോലത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 മാസം മുൻപേ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി, അതിന് ജസ്റ്റ് ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ അതെല്ലാം ഒന്ന് അരപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും ജ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം നല്ലപോലെ സോക്ക് ആയതുകൊണ്ട് ഞാൻ അതേപോലെ ഒരു ബൗളിലോട്ട് മാറ്റി. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. എന്നുവെച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ വേണ്ടി, ഇല്ലെങ്കിൽ അടി തന്നെ അങ്ങനെ അതേപോലെ ബാക്കിയാവും. പിന്നെ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കേക്ക് ബാറ്ററിലോട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ട്. അതേപോലെ നട്ട്സും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാഷ്യൂ നട്ടും ബദാമും വാൾനട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പും ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഒരേപോലെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു പാൻ എടുക്കാം. ഇതുപോലത്തെ പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തായാലും ഈ പ്രൊസീജിയർ വേണം. നമുക്ക് ഈ പാനിലോട്ട് മാറ്റണം. പിന്നെ നിങ്ങൾക്ക് ഗ്യാസിൽ വെക്കാം. ഞാനിപ്പോൾ ഏതായാലും ഓവനിലോട്ടാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എല്ലാം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസ് എല്ലാം പോയി ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ആൽമണ്ട്സ് ആണ്. ഇങ്ങനെ ആൽമണ്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഞാൻ ഇതുപോലെ വെക്കുന്നുണ്ട്. പിന്നെ അവസാനം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ക്രിസ്മസ് ലുക്ക് വരാൻ വേണ്ടി. കുറച്ച് ബാക്കിയായ കേക്ക് ഇതുപോലത്തെ ചെറിയ ബൗളിൽ ഞാൻ ഇട്ടായിരുന്നു. ഒരു വലിയ കേക്കും ഒരു ചെറിയ കേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും കുറച്ച് ബാറ്ററിൽ എനിക്ക് 2 കേക്കാണ് കിട്ടിയിട്ടുള്ളത്. അതും ഇതുപോലെ നല്ലപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനിയിപ്പോൾ ഓവനിലോട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 3/4 മണിക്കൂർ 45 മിനിറ്റ്സ് ഇല്ലെങ്കിൽ 1 മണിക്കൂറോളം എടുക്കും ഈ കേക്ക് ബേക്ക് ആവാൻ വേണ്ടി. അപ്പോൾ 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ക്രിസ്മസ് കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വലിയ പാടൊന്നുമില്ല. ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് അതേപോലെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ നമുക്ക് അപ്പം തന്നെ ഇട്ടാലും കേക്ക് നല്ലതായി കിട്ടും. പക്ഷെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. ചിലവർ വർഷങ്ങളോളം ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കി സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ കണ്ടോ, ഇതുപോലത്തെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, എൻജോയ് ദ വെക്കേഷൻ. താങ്ക് യു ഗൈസ്.